മുഖക്കുരു മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില പിള്ളേർ അവരുടെ മുഖക്കുരു മാറാത്തത് വലിയ ഒരു മാനസിക പ്രശ്നമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതിന് കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. മുഖക്കുരുവിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും കുട്ടികളിൽ കണ്ടിട്ടുള്ളത് ഈ താരനുള്ളവർക്ക് മുഖക്കുരു കൂടുതലായിരിക്കും. താരൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീൻ അലർജിയാണ്. അത് ഇങ്ങനെ പൊളിഞ്ഞു വന്ന് മുഖത്തേക്കും തോളിലേക്കൊക്കെ വീഴുന്നതുകൊണ്ട് ആ ഭാഗങ്ങളിലെല്ലാം സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ താരനെ ഒഴിവാക്കിയാൽ മാത്രമേ മുഖക്കുരു മാറുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതിന് പറ്റിയ ഷാമ്പുകളുണ്ട്. നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഷാമ്പു ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ താരനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിർത്താം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ ഈ ഷാമ്പു കുറേ കാലത്തേക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കണം എന്ന് മാത്രം. അതേപോലെ തന്നെ ഈ അലർജി ഉണ്ടാക്കുന്നത് എന്ത് ഭക്ഷണമാണ് എന്ന് കണ്ടെത്തി അതിനെ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി, ഗോതമ്പ്, പാല്, മുട്ട പോലും അലർജി ഉണ്ടാക്കാം. ഗോതമ്പിൻ്റെ അലർജിക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നും പാലിൻ്റെ അലർജിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയാം. കുഞ്ഞുങ്ങൾക്ക് പോലും ഈ പാലിൻ്റെ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആൻറ്റിജൻ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് വഴി 71 അലർജൻസിൻ്റെ ഒരു പാനൽ നമുക്ക് നോക്കാം. അത് ഒഴിവാക്കിയെന്ന് തന്നെ നമ്മുടെ താരനെന്നല്ല എല്ലാ തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും മറ്റ് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും പോലും മാറി നിൽക്കും എന്നുള്ളതാണ്. തൈറോയിഡിൻ്റെ ഹഷിമോട്ടോസും നമ്മൾ വണ്ണം വയ്ക്കുന്ന ഒരു കണ്ടീഷനും ഒക്കെ ചിലപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റിയേക്കും. അതിന് നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. ആവശ്യമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയ ട്രീറ്റ്മെൻറ്റും ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇനി മുഖക്കുരുവിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് നുറുങ്ങ് വിദ്യകൾ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് രാവിലെയും വൈകുന്നേരം മുഖത്ത് ഒന്ന് ആവി കൊള്ളിക്കുക എന്നുള്ളത്. ഈ ആവി കൊള്ളിക്കുമ്പോഴത്തേക്കും തന്നെ മുഖം ഒന്ന് സോഫ്റ്റ് ആവുകയും മുഖക്കുരുവൊക്കെ ഇപ്പോൾ സെബേഷ്യസ് സിസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാൻസ്, അതിൻ്റെ സുഷിരങ്ങൾ അടഞ്ഞിരിക്കുന്നതോ ഒക്കെ ഒന്ന് വികസിച്ച് അതൊന്ന് തുറക്കാനായിട്ട് ഈ ആവി കൊള്ളിക്കുന്നത് സഹായിക്കും. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ആവി കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ കഫമൊക്കെ ഉറഞ്ഞു പോകത്തില്ലേ, അത് പുറത്ത് ചാടാതിരിക്കും. നേരെ തിരിച്ചാണ്. നമ്മളിപ്പോൾ കട്ടിയുള്ള ഒരു അപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡോ ഒക്കെ ആവി കൊള്ളിക്കുമ്പോൾ നല്ല മാർദ്ദമായിട്ട് വരില്ലേ, നമുക്കത് മുറിച്ചെടുക്കാനും കഴിക്കാനായിട്ടൊക്കെ ഇച്ചിരി എളുപ്പമുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുഖക്കുരു ആണെങ്കിലും അതൊന്ന് സോഫ്റ്റായി അതൊന്ന് പൊട്ടി പുറത്ത് പോകാൻ, ഉള്ളിലുള്ള ആ ഇൻഫെക്ഷനൊക്കെ ഒന്ന് പുറത്ത് ചാടാനായിട്ട് ഇത് സഹായിക്കും. ഉള്ളിലെ ചെറിയ രീതിയിൽ പഴുപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഇൻഫ്ലമേഷൻ ആദ്യം മൊത്തം ഒന്ന് കുറയ്ക്കുന്നത് കൊണ്ട് അത് വെളിയിലോട്ട് വിടാനായിട്ട് എളുപ്പമാണ്. മുഖം ഒന്ന് ആവി കൊള്ളിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ആവി കൊള്ളിക്കാം. അതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ സ്വല്പം ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് അതുകൊണ്ട് മുഖം ഒന്ന് കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ ചെയ്യാവുന്ന ഒരു നുറുങ്ങ് വിദ്യയാണ് ഈ പറഞ്ഞത്. അപ്പം ആര്യവേപ്പില അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും നല്ല മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ കഴിക്കും. നല്ല കയ്പുള്ള സാധനമാണ്. മുഖത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക. അതിനുശേഷം ഐസ് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്യുക ഈ മുഖക്കുരു ഉള്ള ഭാഗങ്ങളൊക്കെ. അപ്പോൾ ചൂടും തണുപ്പും നമ്മൾ മാറി മാറി ചെല്ലുന്നതുകൊണ്ട് ഈ ഇൻഫ്ലമേഷൻ നന്നായിട്ടൊന്ന് കുറയ്ക്കുകയും ഐസ് വെച്ച് റബ്ബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആ മുഖത്തെ വലിച്ചിലൊക്കെ ഒന്ന് മാറി ആ നല്ല കോംപ്ലക്ഷനിലേക്ക് വരാനായിട്ടും ഇത് സഹായിക്കുന്നതാണ്. എന്നിട്ട് അടുത്തത് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതിനുള്ള ആൻറ്റിബയോട്ടിക് ഓയിൻമെൻ്റ് ഉണ്ട്. അപ്പം ഇൻഫെക്ഷനുള്ള മുഖക്കുരുക്കളാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അതിൽ പുരട്ടാനായിട്ടുള്ള ഓയിൻമെൻറ്റ് തരും. അപ്പം നമുക്ക് ഈ ആര്യവേപ്പിലയും മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുള്ള ഈ പ്രയോഗത്തിന് ശേഷം ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. ബേബി സോപ്പുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഡെലിക്കേറ്റ് ആണ്. ഗ്ലിസറിൻ കണ്ടൻ്റ് ഉള്ള ഫേസ് വാഷും ഇന്ന് അവൈലബിൾ ആണ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഓയിൻമെൻറ്റ് ചിലപ്പോൾ പുരട്ടേണ്ടി വരിക. ചില പ്രത്യേക അവസരങ്ങളിൽ അകത്തേക്ക് കഴിക്കുന്ന ഗുളികകളും ഡോക്ടർ തരാറുണ്ട്. മാത്രമല്ല ഇതിന് പല വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, പിന്നെ മുടിയുടെ വളർച്ചയ്ക്കുള്ള വൈറ്റമിൻ ബയോട്ടിൻ എന്ന് പറയുന്നത് B7 ആണ്. ഈ ബി കോംപ്ലക്സ് തന്നെ B1 തൈമിൻ, B2 റൈബോഫ്ലേവിൻ എന്ന് പറഞ്ഞിങ്ങനെ ഒരു 12 വൈറ്റമിൻസിൻ്റെ പേരുണ്ട്. അതിൽ ചിലതൊന്നും ഇല്ല, അതിൽ ഉള്ളത് മാത്രം B5 പാൻറ്റോത്തനിക് ആസിഡാണ്. B4 എന്ന് പറയുന്നൊരു വൈറ്റമിൻ ഇല്ല. B6 പിറിഡോക്സിൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വൈറ്റമിൻസ് എല്ലാം ചേർന്നുള്ള ഒരു സപ്ലിമെൻറ്റ് പലപ്പോഴും നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാതെ വരും.
അതുപോലെ ചില മിനറൽസ് ഉണ്ട്, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്. ഇതൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ബയോ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് നല്ലൊരു വൈറ്റമിൻ സപ്ലിമെൻ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഓയിലി ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കാനായിട്ടും ഈ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഫുഡ് കണ്ടെത്തി അത് ഒഴിവാക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓയിലി ഫുഡും ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങളിൽ എന്താണ് നമുക്ക് ഇൻടോളറൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി അത് ഒഴിവാക്കി നിർത്തുക. പിന്നെ അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ അകത്തേക്ക് കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റും ചിലപ്പോൾ ഡോക്ടർ പറയാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ തന്നെ കണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. കൃത്യമായിട്ടുള്ള ചികിത്സ കൊണ്ട് നമുക്ക് മുഖക്കുരു ഒരു 90%, 95% മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള പല രോഗികളെ മുമ്പ് കണ്ടതിൽ നിന്ന് ഇപ്പോൾ കാണുമ്പോഴത്തേക്കും ആളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. കാര്യം പണ്ട് മുഖക്കുരു മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് അവർക്ക് ഈ മുഖക്കുരു എന്ന് പറയുന്നത് ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഡിപ്രഷനിലോട്ട് പോലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡെർമറ്റ് സൈക്കാട്രി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ നമ്മുടെ സബ് സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട്. കാരണം ഇത് ഉണ്ടാക്കുന്ന മാനസികാഘാതം ഭയങ്കരമാണ്. സോറിയാസിസ് പോലുള്ള രോഗങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പം പലതരത്തിലുള്ള ചിക്കൻ പോക്സോ, മങ്കി പോക്സോ, സ്മോൾ പോക്സോ ഒക്കെ കൊണ്ടുണ്ടാകുന്ന വടുക്കൾ, സ്കാറുകൾ, അതൊക്കെ മുഖത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ആലോചിച്ചെന്നാൽ പിടികിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മുടെ ശരീര സൗന്ദര്യത്തിനോടൊപ്പം തന്നെ മുഖ സൗന്ദര്യവും സംരക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.